ഹലോ, അപ്പം ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്. സച്ചിനേട്ടൻ ഇന്നും പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാന്ന്. അപ്പോൾ എപ്പോഴും ഞങ്ങളാണ് പോകാറ്. ഇന്ന് അച്ഛനെ അമ്മേനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒന്ന് പോകാന്ന് വെച്ചു. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. നമ്മൾ പോകുമ്പോൾ എന്താണോ ഇതുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പം മോളെ ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട്. സച്ചിനേട്ടനും റെഡി ആയി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടുവെക്കാം. പിന്നെ ഈ ഒരു സാധനം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന നേരത്തുള്ള ഇതെടുക്കുന്നുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കില്ല, ഫോൺ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി പിന്നെ സച്ചിനേട്ടനുള്ളതുകൊണ്ട് വേറെ ഒന്നും ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇവിടെ എല്ലാവരും മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും ഭയ ഉടുപ്പാണ് നമുക്ക് ഇടാൻ കിട്ടിയത് നിങ്ങൾക്ക്. ടാറ്റ പോവാ, ഏയ് ടാറ്റ പോവാ, ടാറ്റ. അങ്ങനെ ഇതാ ഒരു 7:30 ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണം. എല്ലാവരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഏകദേശം എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടാണ് എപ്പോൾ ഇവിടെ പോകുമ്പോഴും ഇറങ്ങാറുള്ളത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വാലൊക്കെ അടച്ചിട്ട്, കാരണം അച്ഛൻ ഗൃഹനാഥനാണല്ലോ. പിന്നെ മോള് അമ്മേൻ്റെ അടുത്തായിരുന്നു ഉള്ളത്. അമ്മേൻ്റെ അടുത്ത് നിന്ന് ഏട്ടൻ മോളെ വാങ്ങിട്ടോ. സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അമ്മേൻ്റെ അടുത്ത് കൊടുക്കണ്ടല്ലോ എന്ന് പിന്നെ എനിക്ക് തോന്നി. ഇപ്പോൾ ഏകദേശം 3 മാസമുള്ള കുഞ്ഞിനെ കൊണ്ട് കളിപ്പിക്കുന്ന കളിയാട്ടോ ഇത്. പിന്നെ എൻ്റെ ചീത്തയൊക്കെ കേട്ടിട്ട് ഏട്ടൻ അവിടുന്ന് മോളെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ കയറി കേട്ടോ. ബാവേനെ അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും കൊടുത്ത്. അപ്പോൾ ഒരു വേക്കിലിരിക്കാതെ എന്നോട് മുന്നിലിരുന്നു. അതാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മുന്നിലിരിക്കുകയാണ്. അങ്ങനെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് പാട്ടൊക്കെ വെച്ചിട്ട് വീടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ്. എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഇതില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്നുള്ളതിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തം എല്ലാവരുമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി പുറത്ത് പോകുന്നത്. അങ്ങനെ പോയി കാഞ്ചനമാല മൊയ്തീൻ്റെ ഇരവഴിഞ്ഞി പുഴയില്ലേ, അതിൻ്റെ പാലത്തിൻ്റെ സൈഡിലായിട്ടൊരു തട്ടുകട ഉണ്ട്. അവിടെയാണെങ്കിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. പുറത്ത് നല്ലതാണ് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ കയറി അവിടെയാണെങ്കിൽ എണ്ണ പലഹാരങ്ങളുണ്ട്. നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. നമുക്ക് പ്രത്യേകം വേണ്ടതെന്ന് വെച്ചാൽ വെജായിട്ട് തന്നെ വേണം. വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി സൈഡാക്കി അവിടത്തേക്ക് കയറി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല തട്ട് ദോശയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഉദ്ദേശിച്ച തട്ടുകട മോഡൽ ഇതല്ല കേട്ടോ. നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണില്ലേ, നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടായി അന്നേരം ചുട്ട് കഴിക്കുന്ന തട്ടുകട അതായിരുന്നു. അപ്പോൾ സച്ചിനേട്ടൻ എന്നോട് പറഞ്ഞു മോളെയും കൊണ്ട് നമുക്കതൊരിക്കലും പോസിബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കണം, അതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഇങ്ങനത്തതാണ് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഓക്കെ. അങ്ങനെ ഞങ്ങൾ മുക്കം പാലല്ലേ, മുക്കം പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അവിടെ എത്തി അച്ഛനും അമ്മയും മോളൊക്കെ അവിടെ എത്തി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മസാല ദോശ, നെയ് റോസ്റ്റ്, ഒരു കൊത്തു പൊറാട്ട കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് ബാക്കി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത സംഭവം വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് തന്നെ പോകട്ടോ. ഈ കാണുന്ന ഗോപുരം മോഡലുള്ള നെയ് റോസ്റ്റ് സച്ചിനേട്ടൻ പറഞ്ഞാണ്. അതിൻ്റെ കൂടെ തന്നെ കല്ലുമ്മക്കായും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും കൂടി ഒരു മസാല ദോശ വാങ്ങിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വേണം ഞാൻ വാങ്ങിക്കോളാം എന്നുള്ളത്. പക്ഷേ ദോശ കഴിക്കണം എന്ന് പറഞ്ഞു പോയാൽ ഞാൻ കഴിക്കുന്നതാണെങ്കിലോ കൊത്തു പൊറാട്ട കേട്ടോ. കല്ലുമ്മക്കായി കല്ലുമ്മക്കായാണ് രസമുണ്ട്. എല്ലാരും തിന്ന് നോക്കോള്. പാവട്ടെൻ്റെ മോൾ എല്ലാവരും എന്താണ് എനിക്ക് തരാതെ ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ പുറത്ത് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതും കുറേ നോക്കിയിട്ട് അവളുടെ സമയം അവൾ കളയുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ മസാല ദോശൻ്റെ അകത്ത് കൊത്തുപൊറാട്ട കിട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് കൊടുക്കാതെ കഴിച്ചതിൻ്റെ പ്രതികാരം അവൾ എന്നോട് തീർക്കുക കേട്ടോ. പിന്നെ അച്ഛൻ ലാസ്റ്റായിട്ട് ഒരു പൊറാട്ടയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊത്തു പൊറാട്ടേൻ്റെ അകത്ത് പൊറാട്ട കൂട്ടിയിട്ടാണ് അച്ഛൻ കഴിക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട് സച്ചിനേട്ടൻ്റെ കൂടെ ഫുഡ് കഴിക്കാതിരുന്നാൽ നമ്മൾ ശശിയാകത്തേ ഉള്ളൂ. ഏട്ടൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് എണീറ്റ് പോകുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഏട്ടൻ എണീറ്റപ്പോൾ എനിക്കതൊരു ഫേവറായി. കാരണം മോളെ മടിയിൽ വെച്ച് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, മോളെ എടുത്ത് പോയിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ പിന്നെയും ഓർഡർ ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാല് പൊരിച്ചെന്ന് പറയും, ചിക്കൻ്റെ കാല് പൊരിച്ചതാണ് കേട്ടോ. അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ ആകെ 2 പീസ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അച്ഛനും സച്ചിനേട്ടനും കഴിച്ചുകൊണ്ട് വന്നു. പക്ഷേ അതിനകത്ത് മയോണൈസ് കണ്ടപ്പോൾ അച്ഛൻ വേണ്ടാന്ന് തന്നെ ഇട്ടിട്ട് പോയിട്ടോ. അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ 30 രൂപയുള്ളതിന് റേറ്റ് വരുന്നത്, ആ റേറ്റിന് വെറുതെ തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മെല്ലെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അച്ഛനമ്മയും കൈയൊക്കെ കഴുകി മാറി നിന്ന് മോളെ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സച്ചിനേട്ടൻ പറഞ്ഞു അവിടെ ദൂരെ മാറി
മാറിയിരുന്നോ, അവിടെ ആകുമ്പോൾ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയിരുന്ന് മോളൊക്കെ കളിപ്പിക്കുക കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇത് ഫിനിഷ് ചെയ്തിട്ട് വരുള്ളൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു. സച്ചിനേട്ടന് ഏകദേശം മടുത്തെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിച്ചിട്ട് തന്നെ വയറ് ഏകദേശം ഫില്ലായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കഴിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചേ നിങ്ങൾ 7-Up പെപ്സി ആറ്റോ വാങ്ങാൻ പോയതാണ്. സച്ചിനേട്ടാ വാട്ടം. അങ്ങനെ മൊത്തം കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സച്ചിനേട്ടൻ പിന്നെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴത്തെ പോലെ തന്നെ 7-Up കൊക്കക്കോളയൊക്കെ വാങ്ങാൻ പോയതാണ്. വെള്ളം വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കേട്ടിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പോകുന്ന വഴിക്ക് ആ പാലത്തിൻ്റെ മുകളിൽ തന്നെ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞാനും അമ്മയും അച്ഛനൊക്കെ മാങ്ങ വാങ്ങി. സച്ചിനേട്ടനാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു സാധനം വാങ്ങി കേട്ടോ. എനിക്കത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് മാങ്ങ മേടിച്ചിട്ടുള്ളത്. ഇത് മറ്റേതാണേ, മറ്റേ ഇതല്ല, നെല്ലിക്കല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ പാട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങളുടെ അടിയും സംസാരമൊക്കെ ആകുമ്പോഴത്തേക്കന്നെ ഏകദേശം വീട്ടിലെത്തേണ്ട ടൈമായി. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയതുപോലെ തോന്നി കേട്ടോ. വീട്ടിലെത്തിയിട്ട് അച്ഛനും അമ്മയും പെട്ടെന്ന് പോയിട്ട് വാതിലൊക്കെ തുറന്ന് സെറ്റാക്കി. മോളാണെങ്കിൽ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവളെ എടുത്തിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തി. അതിനകത്തുണ്ട് ഉപ്പുമാങ്ങ കേട്ടോ ഉള്ളത്, ഉപ്പിലിട്ട മാങ്ങ. പിന്നെ അച്ഛനും അമ്മയും ജൂലീനൊക്കെ നോക്കാൻ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 10-10:15 കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറേ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറേ പാലത്തുമ്മലൊക്കെ പോയി അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു. മോൾ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിട്ടോ. ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇവൾക്കാണെങ്കിൽ ഒരു കൂതറ ഉടുപ്പാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വേണ്ട വാങ്ങാന്ന്. സച്ചിനായിട്ട് വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ? ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തിന്നട്ടോ. ഇനി മാങ്ങ സച്ചിനായിട്ട് തിന്നാണ്. എനിക്ക് വേണ്ട, തിന്നോ. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഇപ്പം കുറച്ച് വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പ്രണവ് കൊച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ കാണാറില്ല അവരുടെ ചാനലൊന്നും. കാരണം വെച്ചാൽ മോളൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് ടൈം കിട്ടാറില്ലല്ലോ. ആദ്യമൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഇത് വിഷയം വന്നപ്പം സച്ചിനേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തു. സച്ചിനേട്ടന് അവരുടെ ഡാൻസ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ കാണാറുണ്ട്. വ്ളോഗൊന്നും അങ്ങനെ കാണാറില്ലെങ്കിൽ അവരുടെ ആ ഒരു കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്കൊരു അനിയൻ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സച്ചിനേട്ടൻ അങ്ങനെ അനിയനും ആരും ഒറ്റ മോനല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഭാഗ്യം കേട്ടോ, എനിക്ക് അനിയനൊന്നും ഇല്ലാത്ത, ആരും വേണ്ട, ഒറ്റയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഇതിൽ ആൾക്കാർ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാ അനിയന്മാരും എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ കഴിയുന്ന എത്രയോ പേരുണ്ട്. ഇപ്പം ഞാനും പൊന്നുവാണെങ്കിൽ എപ്പോഴും അടിയൊക്കെ കൂടാറുണ്ട്. എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സച്ചിനേട്ടനെ ഒറ്റ കേൾക്കുമ്പോൾ സച്ചിനേട്ടൻ ആ ഒരു ഫീൽ തോന്നാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അനിയൻ വേണോ ഒരു അനിയത്തി വേണം തോന്നിയിട്ടില്ലേ? എനിക്ക് ഞാൻ തന്നെ വേണ്ടെന്ന് സൈക്കോ. അങ്ങനെയല്ല കേട്ടോ. എന്നോട് ഇപ്പം പറയാനുള്ള ഒരു അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരല്ല ഞാൻ പറയാൻ എന്താ കാരണം എന്താ പറയുക, നിങ്ങൾ ഈ മൈൻഡിൽ ഇപ്പൊ ഒരു സംഭവം ഓടിയില്ലേ, അയ്യോ അനിയനും അനിയത്തൊന്നും ഇല്ലാത്ത നന്നായിരുന്നില്ല. പക്ഷെ അതൊന്നും ഇതല്ലേ എന്താ പറയുക, എല്ലാവരും അങ്ങനെയൊന്നല്ല. പിന്നെ അവരുടെ ലൈഫിലാണെങ്കിൽ അവർ ഇനിയിപ്പോ ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. അതാണ് എനിക്ക് ഈ രക്തബന്ധം സഹോദരബന്ധം എന്നൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് സംഭവം. എനിക്കും അനിയത്തിയൊക്കെ ഉള്ളതാണ്. ഇവര് ഒറ്റയ്ക്ക് കഴിയുന്നവർക്ക് അറിയില്ലല്ലോ പിന്നെ കുടുംബമായിട്ട് കഴിയുന്നവരുടെ സന്തോഷം എന്ന് പറയുന്നത്. അത് ഭയങ്കര സന്തോഷമാട്ടോ. അപ്പൊ ഷെയർ ചെയ്യാനാണെങ്കിൽ വിളിക്കാനാണെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവള് വരും, അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ വരും. അതൊക്കെ ഒരു ഇതാണ്. അപ്പൊ സച്ചിനായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ പറയുമ്പോൾ ഒറ്റക്കായത് നന്നായി എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ മോളെ ഒറ്റക്കാക്കാനാണോ സച്ചിനായിട്ട് പ്ലാൻ? മോക്ക് അച്ഛൻ്റെ മൂക്കാരെ വേണ്ടേ? ഏട്ടൻ വേണോ? സോറി, അനിയൻ വേണോ അനിയത്തി വേണോ? ആരും വേണ്ട, നിങ്ങളൊന്ന് പോയി തരുമോന്ന്. അപ്പം ഓക്കെ. അപ്പം ഞങ്ങൾ അച്ഛനമ്മയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി സന്തോഷമായിട്ട് ഹാപ്പിയാണോ? സച്ചിനേട്ടന് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയാൽ മാത്രമേ ഹാപ്പിയാവുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് പോകുമ്പോഴാണ് ഇഷ്ടം. എൻ്റെ മോളും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൾ ഒരു ശല്യം ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളൊക്കെ പുറമ്പോക്ക്. ഇനിയിപ്പോൾ എന്താക്കണം? ഇനി ഒന്നും ആക്കാനില്ല, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് അത്രയുള്ളൂ. മിസ് യു.